ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടായി ചിക്കനാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയോടുകൂടി വീട്ടിലും വളരെ ഈസി ആയിട്ട് കടായി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോഗ്രാം ചിക്കനാണ് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ചിക്കനാണിത്. ബോണോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഗ്രേവിക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടുക നമ്മൾ ബോണോട് കൂടിയിട്ട് കറി ഉണ്ടാക്കുമ്പോഴാണ്. ബോൺലെസ്സിനേക്കാളും എപ്പോഴും കറി ടേസ്റ്റ് ഉണ്ടാവുക ബോണോട് കൂടിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇനി ചിക്കനിലേക്ക് 1 ടീസ്പൂൺ സിർക്ക ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ മുളക് പൊടിയും കൂടി ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പും മുളകും സിർക്കയും ഒക്കെ കൂടി ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഉപ്പും മുളകൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ ഞാൻ അടച്ചു വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കടായി മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. കൂടുതൽ സമയം റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പാകത്തിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് അല്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തണുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ഒരു പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പൗഡർ പോലെ ആവണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുക്കുക. അല്പം തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക, നല്ലോണം പൗഡറാക്കി എടുക്കണ്ട. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അല്പം ചെറിയ തക്കാളിയാണ്, അപ്പോൾ വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഈ തക്കാളി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. 3 തക്കാളിയും കൂടി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത്. ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. കടായി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. നമ്മൾ ചേർത്ത നെയ്യോടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 കഷ്ണം ചെറിയ പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്കായി, 3 ഗ്രാമ്പു, ഒരു കറുത്ത ഏലക്കായി. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. 2 ഉണക്കമുളക്. ഇത്രയും ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി ഇത് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചേർത്ത സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഇതുപോലെ ഇളക്കി ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക. തക്കാളി ചേർത്തിട്ട് 3-4 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം.
തക്കാളിയിൽ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുളകും ഉപ്പും ഒക്കെ പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റുക. ചിക്കൻ്റെ ആ പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. 3-4 മിനിറ്റ് എടുക്കും ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളറായിട്ട് വരാൻ വേണ്ടിയിട്ട്. അത്ര വരെ ഒന്ന് വഴറ്റുക. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല തിളക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കറി അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ നല്ല തിക്കായി മാറിയിട്ടുണ്ട്. കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കടായി മസാല ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കടായി മസാല ചേർക്കുന്ന സമയത്ത് നല്ല മണമൊക്കെയാണ്. നമുക്ക് അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയും നല്ല മണമാണ്. മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല വലുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയും ക്യാപ്സിക്കവും പിന്നെ നീളത്തിൽ അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 1 സവാള, 1 ക്യാപ്സിക്കം, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓവനിൽ വെച്ചിട്ട് 1/2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതല്ലെങ്കിൽ ഒരു തവയിലിട്ട് ചൂടാക്കിയാലും മതി. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ കസൂരി മേത്തിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് ലൂസാക്കാവുന്നതാണ്. പക്ഷേ ഈ കടായി ചിക്കൻ എനിക്ക് തോന്നുന്നു അല്പം തിക്കായിട്ട് ഇതുപോലെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ബട്ടർ നാനിനും ഒക്കെ അല്പം തിക്കായിട്ടുള്ള കടായി ചിക്കൻ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. ബട്ടർ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ബട്ടർ മുഴുവനായിട്ട് കറിയിൽ മെൽറ്റായി വരണം. ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കടായി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ചേർത്ത സവാളയും ക്യാപ്സിക്കം ഒന്നും അധികം വെന്തുടഞ്ഞു പോകരുത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും പൂരി, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ്
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്